അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഇത് ക്യാമ്പ് ചെയ്യാൻ വന്നേക്കാണ്. ഞാനും ഉണ്ട്, ഷെബാനും കേട്ടോ. നമ്മളിപ്പോ ഇന്ന് തൊടുപുഴയ്ക്ക് അടുത്ത് ഒരു സ്പോട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് രാത്രി ഇവിടെ നമ്മൾ താമസിച്ച് നാളത്തെ സൺറൈസും കണ്ടാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇങ്ങോട്ട് കുറച്ച് ട്രക്ക് ചെയ്യാനുണ്ട്. അതിന്റെ ആ സൈഡിലേക്ക് ആയിട്ട് മലയും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോവാണ്. എക്സൈറ്റഡ് ആണോ നീ? ഞാൻ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഈ വണ്ടിയിലാട്ടോ വന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് നമുക്ക് ഈ മല ഇനി ട്രക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പതിയെ കയറി തുടങ്ങാം കേട്ടോ. വരണ വഴിക്ക് നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ സ്കൈ ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. അറിയില്ല നമുക്ക് സൺസെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. സംഭവം കുറെ നാൾക്ക് ശേഷം നമുക്ക് ക്യാമ്പ് ചെയ്യുന്നോട്ടെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏകദേശം 2-2.5 വർഷമായി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട്. അപ്പൊ കയറിയപ്പോ ഞാൻ അടയ്ക്കാനും തുടങ്ങി. അകലേക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ടൗണിന് നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ പച്ചപ്പാണ്. അതാണ് നമ്മൾ ഈ ടൈം ചൂസ് ചെയ്തിട്ടോ ക്യാമ്പ് ചെയ്യാനായിട്ട്. ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ മഴക്കാലം ആവട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് താഴേന്ന് അധികം കയറാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം നമ്മൾ ഏകദേശം സ്പോട്ട് എത്തി. വ്യൂ ഉണ്ടല്ലേ, നല്ല വ്യൂ ഉണ്ട്, നല്ല വൈഡ് വ്യൂ. അതെ, പക്ഷെ നമ്മുടെ സ്കൂൾ അതിന്റെ അപ്പുറത്ത് ടൗൺ ഏരിയ നല്ല രസമുള്ള. ആ വഴി കൂടെ കേട്ടോ വന്നേ. എന്നിട്ട് അവിടെ ഒരു പള്ളയുടെ ഉള്ളിൽ നമ്മൾ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രക്ക് ചെയ്താണ് വന്നത്. ഇതല്ലാതെ ഇത് വേറെ റൂട്ടും വരാം, പക്ഷെ അത് ഇപ്പുറത്തെ എവിടെയോ വഴി കൂടെ തന്നെയാണ് വരുന്നത്. അതെനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മൾ ഈ മാപ്പിൽ കാണുന്ന വഴി കൂടെ പ്രോപ്പറായിട്ട് കയറി വരികയാണ് ഈ ചെയ്തിട്ടോ. ഇപ്പൊ സമയം ഏകദേശം 4:45 ആയിട്ട്. അപ്പോൾ അധികം വൈകിക്കണ്ട. വൈകി കഴിഞ്ഞ് ചിലപ്പോൾ എപ്പോഴാണ് ക്ലൈമറ്റ് മാറുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് ഈ ഭാഗത്തേക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെയാണ് ടെന്റ് അടിക്കാൻ പോകുന്നത് കേട്ടോ. സൺറൈസ് അപ്പുറ സൈഡിലാണ് വരിക, പക്ഷെ നമ്മൾ അവിടെ എവിടെയെങ്കിലൊക്കെ പോയി ടെന്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർ വ്യൂ കിട്ടില്ല. ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ ടെന്റ് അടിച്ച് കഴിഞ്ഞാലും നൈറ്റ് ഇത് ഈ ഭാഗത്തൊക്കെ വന്നിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടേക്ക് ആരെങ്കിലും വരുമെന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ടെന്റ് അടിക്കട്ടെ, എന്നിട്ട് കാണാവേ. നമ്മൾ ടെന്റ് അടിച്ചത് ആ ഭാഗത്തായിട്ടാണ്. ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പാറകളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ടെന്റ് അടിക്കാം. പക്ഷേ ഇതിനേക്കാളും കുറച്ച് കംഫർട്ടായി തോന്നിയത് അവിടെയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നൈറ്റ് വേണമെങ്കിൽ ആ കുരിശിൻ്റെ അവിടെയൊക്കെ പോയിരിക്കാം കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സൺസെറ്റ് നിന്ന് കിട്ടും കേട്ടോ. ഒരു ചെറിയ മഴ പെയ്തെങ്കിൽ നല്ല രീതിയിലൊരു സൺസെറ്റ് കിട്ടിയാണ്. പക്ഷേ കുഴപ്പമില്ല, കാർമേഘവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും സൺസെറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ബിൽഡിങ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ സ്ഥലം ഭയങ്കര വൃത്തിയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലം കാണുന്ന പോലെയല്ല ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. സൺസെറ്റ് കിട്ടൂലായിരിക്കും തോന്നുന്നുണ്ട്, കാരണം ഇപ്പോൾ ആ കാർമേഘങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ സണ്ണും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ നമുക്ക് സൺസെറ്റ് കിട്ടാൻ ടാസ്ക് ആയിരിക്കും. ഇവിടെ അടുത്ത് തന്നെ കാർമൽ ഹൈസ്കൂളുണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെയായിട്ട് ഒരു പള്ളിയും കൂടിയുണ്ട്. അങ്ങോട്ടേക്കൊക്കെ അത്യാവശ്യത്തിന് നല്ല ഹൈറ്റുള്ള മലനിരകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആ ഏരിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോതമംഗലം അങ്ങനെ ഏരിയ ആയിട്ട് വരും. ഇതൊരു ചെറിയ മലയാട്ടോ. ഒരുപാട് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒന്നുമില്ല, പക്ഷേ ഒരു 1 ടൈം വ്യൂവിനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റേ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എന്താണെന്നും നാളത്തെ രാവിലത്തെ സൺറൈസ് എന്താണെന്നും കാണാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം 2-2.5 വർഷമായി നമ്മൾ ഇങ്ങനെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. നൈറ്റിലെ എക്സ്പീരിയൻസ് സാധാരണ ക്യാമ്പിൽ അടിപൊളിയാണ്, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും നൈറ്റ് എന്ന് നമുക്ക് കണ്ടറിയാം. മൂവാറ്റുപുഴ തൊട്ട് അങ്ങോട്ടുള്ളവർക്ക് കൂടുതൽ പേർക്ക് അറിയുന്ന ഒരു സ്പോട്ട് കൂടിയാട്ടോ ഇവിടെ. പിന്നെ അത് മാത്രമല്ല, കുറച്ച് പേരൊക്കെ വന്ന് ഇവിടെ ടെൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല ടെൻറ്റ് അടിക്കാനായിട്ട്. നമ്മൾ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ടെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അത് ഓപ്പൺ ആക്കിയിട്ടാണ്. കുറച്ചെങ്കിലും കാറ്റ് കയറി ആ സ്മെല്ലൊന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും നോക്കാം, നമുക്ക് സർവൈവ് ചെയ്യാം അല്ലേ? സർവൈവ് ചെയ്യും ഞങ്ങൾ. അങ്ങനെ സമയം ദേ ഇപ്പോൾ 7:30 ആയിട്ടോ. 7:30 ആയിപ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങളിവിടെ കാണണേ. അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ ആ കുരിശിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമല്ലേ കഴിക്കാൻ? നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ അടിച്ച് നല്ലൊരു മൂഡിൽ അങ്ങനെ പോവാ. മഴ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. സൺസെറ്റ് നമുക്ക് കിട്ടിയില്ല. ഇവിടെ പള്ളിമണി, പിന്നെ വണ്ടി പോണ ശബ്ദം, ടോട്ടലി അടിപൊളിയാണ്. ഇപ്പോൾ സമയം 7:30 ഉണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ള രീതിയിലാട്ടോ.
എന്നിട്ട് കിടക്കാം. നല്ല രീതിയിൽ കൊതുകുണ്ടല്ലേ, കൊതുക് കടിക്കുന്നുണ്ട്. അതെ അത് മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നം. ബാക്കി കംപ്ലീറ്റ് അടിപൊളിയാട്ടോ. സ്ഥലം അടിപൊളിയാണ്. എന്തായാലും നൈറ്റ് വന്നിരിക്കാന്ന് പറഞ്ഞാൽ പ്രത്യേക വൈബ് തന്നെയാണ്. അടിപൊളിയാണ്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. അപ്പോൾ ആ ടൈമിൽ കാണാം. ഒരുപാട് നേരം ഫ്ലാഷ് ഓൺ ആക്കി വയ്ക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലുണ്ടെന്ന് ആൾക്കാരറിയും. അപ്പോൾ അങ്ങനെ ഏട്ടാ, അങ്ങനെ ഇതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ടല്ലേ, 8:30 ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾക്കിപ്പോൾ ഫുഡ് എന്ന് പറയാനായിട്ട് ബ്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഗ്രീൻ പീസ് കറി ഉണ്ട്, പിന്നെ റോബസ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഫുഡാണ് നമുക്കിപ്പോൾ ഇന്ന് കഴിക്കാനുള്ളത്. വലിയ ഫുഡാട്ടോ നമുക്കിന്ന് കഴിക്കാനുള്ളത്. ഇവിടെ വലിയ രീതിയിൽ പേടിക്കാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മസാലക്കറി യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്മെല്ലുണ്ട് ഇതിൻ്റെ, പക്ഷേ ഇവിടെ വലിയ മൃഗങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ഇല്ല, ഇതുവരെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പാമ്പിനെ മാത്രമേ കണ്ടുള്ളൂ. അതെ, ഒരു പാമ്പിനെ മാത്രമേ കണ്ടുള്ളൂ, അത് താഴെ വെച്ച്. അല്ലാണ്ട് ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ അപ്പുറത്തെ മലയെന്നൊക്കെ ചെന്നായും കാര്യങ്ങളൊക്കെ കരയുണ്ട്. ഇവിടെ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തായാലും പതിയെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങാം. സമയം ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇവിടെ നൈറ്റ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതില്ല, നൈറ്റും അങ്ങനെയൊന്നുമില്ല. നാളെ രാവിലത്തെ സൺറൈസ് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതെ, അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ മഴയുമില്ല. സാധാരണ ഈ സ്ഥലത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഇവിടെ യാതൊരു മഴയും കാര്യങ്ങളൊന്നും പെയ്തിട്ടില്ല. എന്നാൽ ഞങ്ങൾ വന്ന തൃശ്ശൂർ നല്ല മഴയാണ്, പക്ഷെ തൊടുപുഴ ഈ ഭാഗത്തേക്ക് ഒരു മഴ പോലും ഇല്ല. അതാണ് വരുന്നതിന് കുറച്ചു നേരം മുമ്പ് മാത്രം മഴ പെയ്തുള്ളൂ. അതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് മഴയില്ല, ഒന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ സ്കൈയും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആണ്. സ്റ്റാർസും കാര്യങ്ങളൊക്കെ കാണാം. കുറെ മിന്നാമിനുകളും ഉണ്ട്. കുറെ നാട്ടുകാർ ടോർച്ച് അടിക്കണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. ടോർച്ചിന്റെ പവർ ഒന്ന് പറഞ്ഞറിയിക്കേണ്ട. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവൻ പറഞ്ഞിട്ട് വാങ്ങിയ ബ്രെഡ് ആട്ടോ അത്. ഇവന്റെ ഏറ്റവും പരിചയത്തിൽ എന്തോ അടിപൊളി ബ്രെഡ് കിട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്ലൂർകാട് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് അവരുടെ മുണ്ടുതറ എന്നാണ് അവരുടെ വീട്ടുപേര്. മിസ് ബേക്കറി ഈ ഭാഗത്ത് ആവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ്. പ്രമോഷൻ നല്ല അവരറിഞ്ഞിട്ട് കൂടിയില്ല സംഭവം. ബ്രെഡാണ് ഇവിടെ ഒരു കടയിൽ ഞങ്ങൾ വെറുതെ കയറി ചോദിച്ചപ്പോൾ ചേച്ചിയും പറഞ്ഞു നല്ല ബ്രെഡ് അവിടെ എല്ലാവരും. റേറ്റ് കുറവാണ്, 10 രൂപ റേറ്റ് കുറവുണ്ട്. നമ്മളിതിന്റെ അതിനെന്താ പറയുന്നത്, ബോർമ. ഇവിടെ ബോർമ എന്നാ പറയാ, നിങ്ങളുടെ അവിടേക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ സ്ഥലത്തുനിന്ന് വാങ്ങിയ ബ്രെഡാണ്. നല്ല മയൊക്കെ ഉണ്ട്, ഞെങ്ങുമ്പോ ഞെങ്ങുണ്ട് ഒന്ന് പോട്ടെ. എന്റെ അവസ്ഥ ആണ്. നല്ല സോഫ്റ്റ് ആട്ടോ. പ്രത്യേക ഒരു മണവും പ്രത്യേക ഒരു ടേസ്റ്റും. ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ ബംഗാളികളായിരുന്നു. ഹിന്ദി പറയാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രീൻ പീസ് കറി കൊള്ളില്ല, ടേസ്റ്റ് ഇല്ല കേട്ടോ ഗ്രീൻ പീസ് കറി. നമ്മുടെ കയ്യിലേ ചായ ഇടാനായിട്ട് സ്റ്റവും പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മള് ഗ്യാസ് മാത്രം ചിലപ്പോൾ ഒരു നേരത്തേക്ക് ചായ ഇടാനുള്ളത് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയും നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നാളെ രാവിലെ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. ഇന്ന് വൈകുന്നേരം വന്നിട്ട് ചായ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഗ്യാസ് അതിനുള്ളത് തികയൊന്നും അറിയില്ല. നോക്കി നോക്കണം. പറ്റുമെങ്കിൽ നമുക്ക് നൈറ്റ് ഒരു ചായ ഇട്ട് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ ചായ ഇട്ട് കുടിക്കാം കേട്ടോ. സമയം എന്ന് പറയുന്നത് ഏകദേശം 10 മണിയായിട്ടോ. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ടെൻറ്റിൻ്റെ അകത്തൊക്കെ വീണുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി. അതുപോലെ അകമൊക്കെ ഒന്ന് സെറ്റ് ആക്കണമായിരുന്നു. എല്ലാം ഓക്കെ ആയിട്ടോ. അങ്ങനെ ഞങ്ങളിത് കിടക്കാൻ പോവാണ്. ഇതുവരെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? അല്ല, എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. മഴയുമില്ല, ഒന്നുമില്ല. നല്ല ചൂടുണ്ട് ടെൻറ്റിൻ്റെ അകത്ത് അല്ലേ? ടെൻറ്റിൽ ചൂടുണ്ട്. അതുപോലെ തന്നെ ടെൻറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്രാണികളൊക്കെ കയറിയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി പതിയെ കിടക്കാൻ പോവാണ്. പ്രത്യേകിച്ച് രാത്രി ഒന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ പെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പോൾ സ്കൈ ക്ലിയർ ആണ്. മഴ പെയ്താലാണ്, അതെ തണുത്ത കാറ്റുണ്ട്, പക്ഷെ മഴ മാത്രമില്ല. മഴ പെയ്താലാണ് നാളത്തെ വ്യൂ അടിപൊളിയാവുള്ളൂ. സോ ഞങ്ങളെന്തായാലും കിടക്കാൻ പോകട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ ഒന്ന് കാണാം. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാവേ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 6:15 ആയിട്ടുണ്ട് കേട്ടോ. നേരമൊക്കെ വെളുത്തുണ്ട്. ഇന്നലെ രാത്രി മഴയോ കാര്യങ്ങളൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങി നോക്കാം പുറത്തെ അവസ്ഥ എന്താണെന്ന്. നല്ല രീതിയിൽ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ.
അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 6:15 കേട്ടോ. നേരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. സൺറൈസ് നമുക്ക് ആ ഭാഗത്തായിട്ടാണ് കാണുക. കാരണം അവിടെ കണ്ടോ ഗോൾഡൻ കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സൺറൈസ് പ്രോപ്പറായിട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷ പോലെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് അകലേക്കൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ അങ്ങ് അകലേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്കൊന്നുമില്ല, ഫുള്ള് ക്ലിയർ ആണ്. എന്തായാലും സൺറൈസ് ആവട്ടെ. സൺറൈസ് ആവുമെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ തന്നെ ഒരു ചെറിയ മൂടൽ പോലെയുണ്ട്. സൺറൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഗോൾഡൻ ലൈറ്റ് ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് ആ ഗോൾഡൻ ലൈറ്റിൽ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കാം. ഇതിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറേ നിൽക്കുന്ന മലയാട്ടോ അവിടെ. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അത് കണ്ടില്ലേ, അതിൻ്റെ അപ്പുറം സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കോടയാണ്. അതുപോലെ ഇവിടേക്ക് വന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് ഇത് വരില്ലെന്ന് തോന്നുന്നുണ്ട്, കാരണം അത്രേ ഡിസ്റ്റൻസ് വിട്ട് വരാൻ ചാൻസ് കുറവാണ്. നോക്കാം നമുക്ക്. എന്തായാലും ചായ ഇട്ട് കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ചായയും കാര്യങ്ങളൊക്കെ അവിടെ തിളച്ചാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ചായ ഉണ്ട്, ബ്രെഡും ഉണ്ട് അല്ലേ? അതെ, റോബസ്റ്റും ഉണ്ട്. നമുക്ക് ഇന്നലത്തെ ബാക്കി ബ്രെഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 5-8 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചായ അല്ലേ. ഇന്നലെ ആ കടക്കാരി ചേച്ചി ചെയ്ത അമേരിക്കനല്ല മൈസൂർ റോബസ്റ്റ എന്ന് പറഞ്ഞിട്ട് റോബസ്റ്റാന്നുണ്ടായിരുന്നു. പക്ഷെ ഇതാണെങ്കിൽ നല്ല മധുരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും കൊള്ളില്ലാട്ടാ, വെറുതെയാണ്. ചേച്ചി പറ്റിച്ചാണ്. നമ്മളാണെങ്കിൽ മൈസൂരെന്ന് പറഞ്ഞപ്പോ വാങ്ങുകയും ചെയ്തൂല്ലേ. ചുമ്മാ ഒരു റോബസ്റ്റ്, സാധാ റോബസ്റ്റാണ് ടേസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ. കാശ് 40 കാശ് കൂടുതൽ കൊടുത്ത വലിയ സാധനം വാങ്ങിയതാ, പക്ഷെ കൊള്ളില്ലാത്ത സാധനം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, തിന്നേ പറ്റും. നമുക്ക് അവിടെ മിസ് ബേക്കറിയുടെ ബ്രെഡ് ഉണ്ട്, പ്രമോഷൻ അല്ലേ ഇന്നലെ തുടങ്ങി. നമുക്കെന്തോ ഭാഗ്യമില്ലാത്തതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥ നമുക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം നമ്മൾ മാപ്പിലായാലും അല്ലാതൊക്കെ നോക്കുമ്പോഴായാലും ഈ സ്ഥലത്ത് അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ട്. സൺറൈസിൻ്റെ സൺസെറ്റിൻ്റെ ഒക്കെ നല്ല രീതിയിൽ കോടയൊക്കെ കയറി കിടക്കണേ. പക്ഷെ എന്തോ നമുക്ക് ഇന്ന് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ സൺസെറ്റും കിട്ടിയില്ല, സൺറൈസും കിട്ടിയില്ല, മഴയും പെയ്തില്ല, ഒന്നുമില്ല കേട്ടോ. നമുക്ക് നല്ലൊരു കാലാവസ്ഥയല്ലായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇവിടുത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. സൂര്യനില്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബാങ്ക് വിളിക്കണമെന്ന് കേൾക്കാം, പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥന കേൾക്കാം. അതുകൊണ്ട് നല്ല രസം കിട്ടും. ഇതേ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു പള്ളിയാണ്, ഇതാണ് കാർമൽ ഹൈസ്കൂൾ കേട്ടോ. ആ കാണുന്ന അപ്പുറ ഭാഗങ്ങളാണ് കോതാമംഗലം കാര്യങ്ങളൊക്കെ. അവിടേക്കൊക്കെ നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ പോട്ടെ. ഇനി എല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ടെൻറ്റൊക്കെ ഒന്ന് മടക്കണം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രതീക്ഷയിൽ നേരെ വിപരീതമായിരുന്നു. കാരണം ഇതിനു മുമ്പ് പോയി ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ടീമുകളുടെ കൂടെ പോയി ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന് ആദ്യമായിട്ട് നമ്മൾ തന്നെ ഒരു ടെന്റ് അടിച്ച് ചെയ്യണ ഫസ്റ്റ് ടൈമാണ്. മൊത്തത്തിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ആയിരുന്നു അടിപൊളിയല്ലേ? നൈറ്റ് നല്ല രസമായിരുന്നു. അവന്മാർ വന്നില്ലായിരുന്നു. സൺറൈസ് സൺസെറ്റ് നമുക്കൊന്നും കിട്ടിയെന്നില്ല, പക്ഷെ മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഉറക്കമൊക്കെ നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ട്. ആദ്യം വിചാരിച്ച് കുറച്ച് ടഫായിരിക്കുന്നൊക്കെ, പക്ഷെ കുഴപ്പമില്ല, ഞാൻ അവിടെ കിടന്നാലും കൊതുകും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി ടെന്റിന്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടായിരുന്നു കുറച്ചൊക്കെ നടന്നത്. അപ്പൊ അതിന്റെ രീതിയിൽ കൊതുകും വേറെ കുറച്ച് പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഇടയ്ക്ക് കാലക്കൊടക്കി നടക്കുക, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഇപ്പൊ ആ ചൂടൊക്കെ പോയില്ലേ? അതെ, ഇപ്പൊ ചൂടെടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ സൂര്യൻ ഉണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ആയി തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര കൂടുതലാണ്. നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. കോടയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടുള്ളതൊക്കെ പോയി തുടങ്ങി ഏകദേശം. ആ സ്കൈയുടെ ഒരു ബ്ലൂ കളർ റിഫ്ലക്ഷൻ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. ഇങ്ങോട്ടുണ്ടായിരുന്ന കോടയൊക്കെ പോയിട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ടെന്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്ട് പതി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാവേ. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇതൊക്കെ നമ്മുടെ ഹെൽമെറ്റും റെയിൻകോട്ടും ഒക്കെയാണ്. പോവല്ലേ പോ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പൊ സമയം ഏകദേശം 8 മണി 8:30 ആവാറായിട്ടുണ്ട്. അപ്പൊ ഇനി വീടെത്തുമ്പോൾ ടൈം ആയിരിക്കും. ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലേ. അതെ, നമുക്ക് വിചാരിച്ച ക്ലൈമറ്റ് ഇവിടെ കിട്ടിയില്ല. നമ്മൾ സൺറൈസും സൺസെറ്റും കിട്ടും എന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ ഈ സ്ഥലം ചെറുതായതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ലല്ലേ. ഒരു വൺ ടൈം ആയിട്ടൊന്നും വന്ന് കാണുക.
അങ്ങനത്തെ ഒരു ഇതാട്ടോ. പിന്നെ നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടേട്ടോ. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ പോണ റൂട്ടിലെ വാഴക്കുളത്തിനടുത്ത് ചക്കിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടോ. വാഴക്കുളത്തിന് ഏകദേശം 2-3 കിലോമീറ്റർ അകലായിട്ടാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ അതെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്നവരായാലും നിങ്ങൾ വേസ്റ്റ് കൊണ്ടുവരാണെങ്കിൽ ആ തിരിച്ച് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക. കാരണം ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സമാധാനമുണ്ട്. വേറെ തിരക്കോ വേറെ ഒന്നുമില്ല, ആൾക്കാരെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൂളായിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ ഒരു ചെറിയ സ്പോട്ട്. ഞങ്ങൾക്ക് എന്തായാലും സൺറൈസും സൺസെറ്റും കാണാം. ഞങ്ങൾക്ക് അത് ഭാഗ്യം ഉണ്ടായില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളൂ. പക്ഷേ ഇവിടെ മാപ്പിലുള്ള ഫോട്ടോസും ഇൻസ്റ്റയിലുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ സൺറൈസും സൺസെറ്റും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരാത്തവരൊക്കെയാണെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, ക്യാമ്പ് ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പതിഞ്ഞ് മല ഇറങ്ങട്ടെ. ഇവിടുന്ന് ഒരു 100-200 മീറ്റർ താഴത്തേക്ക് ഇറങ്ങാണ്ട് ഞങ്ങളുടെ വണ്ടി താഴെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മല ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്യാമ്പ് വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. അപ്പോൾ ശരി. ക്ലൈമറ്റ് ആയി പോയി.